നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നഖം നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ തന്നെ വേഗത്തിൽ വളരുവാനും ഒടിഞ്ഞു പോകാതിരിക്കുവാനായിട്ടുള്ള ടിപ്സാണ്. ധാരാളം ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നഖം എങ്ങനെയാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തുക? കാരണം നഖം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതിനായിട്ടുള്ള ഒരു നല്ല മാർഗം പറഞ്ഞു തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണെന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. പിന്നെ വേണ്ടത് ഒരു അരമുറി നാരങ്ങ മാത്രം മതി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി എടുക്കുന്നതായിട്ടുള്ള സമയത്ത് വെളുത്തുള്ളിയുടെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു നെയിൽ കട്ടറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഖങ്ങൾ ആദ്യം ഒന്ന് വെട്ടി നല്ലപോലെ ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ്. ആദ്യം ഇതുപോലെ നല്ലപോലെ ഒന്ന് വെട്ടിയെടുക്കുക. കാരണം നഖം പൊട്ടിപ്പോകുന്നതായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നഖം പൊട്ടിപ്പോകുന്നതായിട്ടുണ്ട്, നഖം വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നഖം ഇതുപോലെ നല്ലപോലെ ഒന്ന് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെയിൽ ഫൈലർ വെച്ചിട്ട്, അതായത് മിക്കപ്പോഴും നെയിൽ കട്ടറിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും, അപ്പം അത് വെച്ചിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഫയൽ ചെയ്തെടുക്കുക. ആദ്യം ഇത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പറയുന്ന മെത്തേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫയൽ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഫയൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ, ഈ നാരങ്ങ നമ്മൾ ഈ ഒലിവ് ഓയിലിലേക്ക് അരമുറി നാരങ്ങ മാത്രം മതി. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് യൂസ് ചെയ്യും. 3-4 ദിവസം ഉറപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക. ആദ്യം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക നല്ലതുപോലെ. അപ്പോൾ നമ്മൾ പിഴിഞ്ഞൊഴിച്ച നാരങ്ങ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യമേ ഇതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആദ്യമേ നമ്മൾ നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞൊഴിച്ച് ഒലിവ് ഓയിൽ നല്ലപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത മെത്തേഡ് നമ്മൾ ഈ വെളുത്തുള്ളി നമ്മൾ ഈ നഖത്തിൻ്റെ ഈ തൊലിയും ഈ നഖവും കൂടെ ജോയിൻ ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഉരച്ചു കൊടുക്കണം. ആദ്യം ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉരയ്ക്കാനായിട്ട് നല്ല പാടുപെടും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് മാത്രം ഇത് ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നല്ലപോലെ ഉരച്ചിട്ടുണ്ട്. ഇതൊരു ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒലിവ് ഓയിലിലേക്ക് നമ്മൾ ഈ നഖം മുക്കി വയ്ക്കുക. നമ്മളിത് ഇങ്ങനെ തന്നെ നമ്മൾ മുക്കി വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കണം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കണം. മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 3-4 മിനിറ്റ് മാത്രം മതി. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടച്ച് കളയാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പഞ്ഞിയിൽ ഒലിവ് ഓയിൽ മുക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ നേരം നമ്മളിത് ഇതുപോലെ നമ്മൾ തുടച്ചു കൊടുത്താലും മതി. പഞ്ഞിയിൽ ഈ ഒലിവ് ഓയിൽ മുക്കിയതിന് ശേഷം നമ്മൾ തുടച്ചു കൊടുത്താലും മതി. നമ്മളിങ്ങനെ മുക്കി വെക്കണമെന്നില്ല. ഇപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പഞ്ഞിയിൽ മുക്കി തുടച്ചാലും മാത്രം മതി. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണയിൽ ഇതുപോലെ തന്നെ നഖം മുക്കി വെക്കാവുന്നതാണ്. അതുതന്നെ ഈ നഖങ്ങളിൽ കറകൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് നഖങ്ങളിൽ നല്ലതുപോലെ നമ്മൾ ഈ എടുത്ത ഈ തോട് നല്ലതുപോലെ ഉരച്ചു കൊടുത്താലും മതി. ഈ തോടിൻ്റെ ഈ വേസ്റ്റ് ആയിട്ടുള്ള തോട് ഇങ്ങനെ നല്ലതുപോലെ ഉരച്ചു കൊടുത്താലും മതി. കറയിലുള്ള അഴുക്ക്, അതായത് ഈ കറകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നഖത്തിന് നല്ലപോലെ സ്ട്രോങ് ആവുകയും ചെയ്യും. ഇതുപോലെ തന്നെ നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. പിന്നെ നഖം വരണ്ടതോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊട്ടിപ്പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ബദാമെണ്ണയും കടുകെണ്ണയും ഒലിവ് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി. താങ്ക്